ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹോൾ വീഡിയോ വന്നിട്ട് ഒരു മിന്ത്ര ഹോൾ വീഡിയോ ആണ്. മിന്ത്രയിൽ നിന്ന് ഞാൻ കുറച്ച് ഷർട്ട്സ് ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സമ്മറിൽ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഷർട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിട്ട് കാണിക്കുന്നത് ഒരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഈ ഒരു സമ്മറിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. അധികം തിക്കായിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമല്ല കേട്ടോ, നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. നമുക്ക് ഈ ഒരു കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇത് വന്നിട്ട് ഞാൻ സൈസ് ചൂസ് ചെയ്തത് മീഡിയം ആണ് കേട്ടോ. ഓവർ സൈസ്ഡ് ആയതുകൊണ്ടാണ് മീഡിയം ചൂസ് ചെയ്തിട്ടുള്ളത്. മീഡിയം തന്നെ മതിയായിരിക്കും. എനിക്ക് മീഡിയം നല്ല അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിലാട്ടോ വന്നിട്ട്, ലൂസ് ആൻഡ് റിലാക്സ്ഡ് ഫിറ്റിലാണ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷർട്ട് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഷർട്ട് വന്നിട്ടുള്ളത്. വൈറ്റ് കളറിൽ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് നോർമൽ നമ്മുടെ ഷർട്ടിൻ്റെ ഒക്കെ സ്ലീവ്സ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ആ ഒരു നോർമൽ സൈസിൽ തന്നെ നല്ലൊരു ഫിറ്റിൽ വന്നോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്കൊന്ന് ഒരു 800-ൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ആ ഒരു പ്രൈസിന് നമുക്കിത് നല്ല അടിപൊളിയാട്ടോ. കാരണം നല്ല ക്വാളിറ്റിയിലാണ് വന്നത്, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ഷർട്ട് ഡ്രസ്സ് തന്നെ കേട്ടോ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവ് ആട്ടോ. നല്ല ഭംഗിയുള്ള സ്ലീവാണ്. നമ്മൾ ഇങ്ങനത്തെ ലൂസ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്ലീവ് ആട്ടോ വന്നിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു ഷർട്ടിൻ്റെ ഒരു ഫുൾ ഈ ഒരു എംബ്രോയ്ഡറി വർക്കാട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിൽ പിങ്ക് ആൻഡ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഷർട്ടിൻ്റെ ഈ ഒരു ക്വാളിറ്റി ഒക്കെ അടിപൊളിയാട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാൻ, നല്ല ഈ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആട്ടോ ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത്. അതുപോലെ ഈ ഒരു സ്ലീവ്സും ഈ ഒരു സ്ലീവൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ്. നമ്മളൊരു ഷോർട്ട് കുർത്തിയൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഷർട്ടിൻ്റെ ടൈപ്പ്. നമ്മൾ ഷോർട്ട് കുർത്തിയൊക്കെ വെയർ ചെയ്യുമ്പം ഇങ്ങനത്തെ ഈ ഒരു സ്ലീവ്സൊക്കെ അല്ലേ ഷോർട്ട് കുർത്തിക്ക് അധികം വരുന്നത്. അപ്പം ആ ഒരു ടൈപ്പിൽ വന്നിട്ട് ഒരു ഷർട്ട് ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ആൻഡ് അടിപൊളിയാട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 500 അങ്ങനെ എന്തോ കേട്ടോ. ആ ഒരു പ്രൈസിന് നല്ല വർത്താണ്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ അത് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ഒരു ഫിനിഷിങ്ങിലാണ്, നല്ല ക്വാളിറ്റിയിലാണ്. അതൊക്കെ അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ഇതെനിക്കൊന്ന് റെഗുലർ ഫിറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 1 or 2 സൈസ് അപ്പ് എടുക്കണം. 1 എടുത്ത്, എനിക്ക് ലാർജാണ് ഞാനിതെടുത്തത് സൈസ്. പക്ഷേ എനിക്ക് ഒന്നും കൂടെ ഒരു XL സൈസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൂസ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ സൈസ് എടുക്കുമ്പോൾ ഒരു 1 or 2 സൈസ് അപ്പ് എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫിറ്റിൽ കിട്ടും. അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഫിറ്റിൽ കിട്ടും. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയാട്ടോ. നല്ല ഈ ഒരു സമ്മർ ടൈമിൽ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ സ്ലീവൊക്കെ വെയർ ചെയ്തിട്ടും അടിപൊളിയാട്ടോ. ഞാനിവിടെ പിക്ക് കൊടുക്കാം, അതിൻ്റെ വീഡിയോസ് കൊടുക്കാട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടാലോ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഷർട്ട് വന്നിട്ട് ഒരു റയോൺ മെറ്റീരിയൽ വന്നിട്ടില്ല കേട്ടോ. റയോൺ കോട്ടൺ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടില്ല കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് മെറ്റീരിയലായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഒരു ടൈപ്പിലുള്ള സ്ലീവ്സ് ആട്ടോ ഇതിനും വന്നിട്ടുള്ളത്. നല്ലൊരു റിലാക്സ്ഡ് ഫിറ്റിൽ വന്നിട്ടുള്ള സ്ലീവാണ്. അതുപോലെ ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ത്രെഡിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സൈഡ് പ്ലെയിൻ ആണ്. കളറിൽ വന്നിട്ടുള്ള ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവ്സ് ഞാൻ പറഞ്ഞ പോലെ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ലീവിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തപ്പോൾ മീഡിയം, എൻ്റെ നോർമൽ സൈസാണ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചൊരു ടൈറ്റ്, എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അപ്പം ഇതും റെഗുലർ ഫിറ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 1 or 2 സൈസ് അപ്പ് എടുക്കാം, എങ്കിൽ മാത്രമേ നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സൈസ് എടുക്കുമ്പം അത് എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അത്ര കംഫർട്ടബിൾ ആവില്ല. ഇതൊക്കെ നമ്മൾ ലൂസ് ഫിറ്റിൽ വെയർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗിയും അതുപോലെ തന്നെ ഫിറ്റിംഗ് ഒക്കെ ഓക്കെ ആവുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. കറക്റ്റ് ഫിറ്റിലേക്കാളും നമ്മൾ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ് ആയിട്ട്, പക്ഷേ ഇത് റെഗുലർ ഫിറ്റിൽ വരുന്ന ഷർട്ടാണ്. പക്ഷേ നമ്മളത് 1 or 2 സൈസ് അപ്പ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റിൽ നല്ല അടിപൊളി ഫിറ്റിൽ വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ സൈസ് എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാം. ഇതിൻ്റെ പ്രൈസും വന്നിട്ടോ ഏകദേശം ഒരു 500 ആ ഒരു റേഞ്ചിലാട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ പ്രൈസിനൊക്കെ ഭയങ്കര വർത്താണ്. നല്ല ക്വാളിറ്റി ആൻഡ് മെറ്റീരിയലൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ നിങ്ങൾ സൈസ് എടുക്കുമ്പോൾ നോക്കിയാൽ മതി, ബാക്കിയെല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം.
ഞാൻ അടുത്തായിട്ട് കാണിക്കുന്നത് സസ്പ്രാസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ലൊരു ബേജ് കളറിൽ വന്നിട്ടുള്ള ഡാർക്ക് ബേജ് കളറിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു സമ്മറിൽ നമുക്ക് സമ്മറിലേക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ നല്ലൊരു മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റയോണൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ള. ക്വാളിറ്റി എടുത്ത് പറയണം. അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു സമ്മറിൽ വെയർ ചെയ്യാൻ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഷർട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു സെയിം കളറിൽ വന്നിട്ടുള്ള ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ സ്ലീവ്സ് ഡിഫറെൻ്റ് ആണ്, നല്ല ലൂസ് ആൻഡ് റിലാക്സ്ഡ് ഫിറ്റിൽ വന്നിട്ടുള്ള സ്ലീവ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. അതുപോലെ ഈ ഒരു ഷർട്ടിൻ്റെ ഒരു ഭംഗി അത് തന്നെ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഈ ഒരു രണ്ട് സൈഡിലും ഇതുപോലെ ഒരു സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ ഷർട്ടിൻ്റെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് ലാർജ് ആണ്. അപ്പോൾ എനിക്കൊന്നും ലാർജ് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ നോർമൽ സൈസ് എടുത്താൽ മതി. അതായത് എനിക്ക് മീഡിയം സൈസ് മതിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ലാർജ് സൈസാണ്. അപ്പോൾ ഞാൻ ലാർജ് എടുത്താണ് കേട്ടോ. അപ്പം ഇതിൻ്റെ സൈസ് നിങ്ങളുടെ നോർമൽ സൈസ് എടുത്താൽ മതി. നല്ലൊരു ഫിറ്റിൽ വന്നോളൂ, നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 700 കുറച്ച് പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ കാണിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു 700 800 എങ്കിൽ പോലും ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ബേർത്തായിരിക്കും. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്, നല്ലൊരു മെറ്റീരിയലാണ്, എല്ലാം അടിപൊളിയാണ്, നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ലൊരു ഫിറ്റിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇത് അടിപൊളിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്ന ഷർട്ട് വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതുപോലെ ഏകദേശം ഒരു കഫ്താൻ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷർട്ട് കഫ്താൻ ടൈപ്പിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റി ആയിട്ടോ വന്നിട്ടുള്ളത്. കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെയൊക്കെ ബട്ടൺസ് വരുന്നുണ്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കേട്ടോ ഫ്രണ്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സെയിം കളറിലുള്ള ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടാണ്, പക്ഷെ നല്ലൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലും പാറ്റേണിലൊക്കെ ആയിട്ട് അത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഇതുപോലെ കേട്ടോ. ഫ്രണ്ട് ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് കുറച്ചൊരു നമ്മൾ അത്ര ലെങ്ത്ത് വരുന്നില്ല. ബാക്കിൽ ഫുൾ ഇതുപോലെ ഇങ്ങനെ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടൈപ്പിലാട്ടോ. അപ്പം ഫ്രണ്ടിൽ കുറച്ച് ലെങ്ത്ത് കുറവ് മീൻസ് ആ ഒരു ലെങ്ത്തിലായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നല്ല ഡ്രോപ്പായിട്ട് കിടക്കുകയാണ്. 300 സംതിങ് അങ്ങനെ എന്തുകൊണ്ട് ആ ഒരു പ്രൈസിനാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസിന് നല്ല വേർത്താണ്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലൊക്കെ അടിപൊളിയായിട്ടോ. അപ്പം അത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. അതുപോലെ ഇതിൻ്റെ സൈസ് ഞാനെടുത്ത മീഡിയം നോർമൽ സൈസാണ് എടുത്തത്. നോർമൽ സൈസ് മതി കേട്ടോ, കാരണം നല്ല ലൂസ് ഫിറ്റിലാണ് വരുന്നത്. സൈസൊക്കെ ഓക്കെയാണ്, അടിപൊളിയാണ്. കുറച്ച് ലെങ്ത്ത് കുറച്ച് ഫ്രണ്ടിൽ കുറച്ചിങ്ങനെ കയറി നിൽക്കും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. നല്ല ലൂസായിട്ടുള്ള ഒരു ബാഗി ജീൻസിലേക്കൊക്കെ വെയർ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മിന്ത്ര ഹോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ് ആണ് നമുക്ക് ഈ ഒരു സമ്മറിൽ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷർട്ട്സ് ആട്ടോ കാണിച്ചിട്ടുള്ളത്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളതാണ്, അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണ്ടവർ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വീഡിയോയുടെ താഴെ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് DM ലിങ്ക് വരും. അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.